ന്യൂസ് 16 കേരള. വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ച് UAE ബാങ്കുകൾ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. വ്യാജ ജോലി വാഗ്ദാനങ്ങൾ മുതൽ പാസ്പോർട്ട് സസ്പെൻഷൻ വരെ തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന ആൾമാറാട്ടവുമുണ്ട്. തട്ടിപ്പുകാർ ബാങ്ക് ഉപയോക്താക്കളുടെ വ്യക്തിപരവും സാമ്പത്തികവുമായ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നു. എന്നാൽ വ്യത്യസ്ത തട്ടിപ്പുകളെക്കുറിച്ച് ഇമെയിലുകളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ആളുകളെ ബാങ്കുകൾ ഓർമ്മപ്പെടുത്താറുണ്ട്. ഓൺലൈനിൽ ബ്രൗസ് ചെയ്യുമ്പോൾ യഥാർത്ഥ സൈറ്റുകളുടെ വ്യാജ പകർപ്പുകൾ പ്രത്യക്ഷപ്പെടാം. ലിങ്ക് അല്ലെങ്കിൽ ഡൊമൈൻ നാമം ആധികാരികമാണെന്നും സുരക്ഷാ ലോക്കുകളും സർട്ടിഫിക്കേഷനുകളും പരിശോധിക്കണമെന്നും താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിരീകരിക്കുന്നതിന് മുൻപ് ഉപഭോക്താക്കൾ റീചാർജിന്റെ തുകയും കറൻസിയും വ്യാപാരിയുടെ പേരും എപ്പോഴും വീണ്ടും സ്ഥിരീകരിക്കണം. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേരുമായി IBAN പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ആകസ്മികമായി ഫണ്ട് കൈമാറുന്നത് ഒഴിവാക്കാൻ ബാങ്കുകൾ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിക്കുന്നു. പ്രതിമാസം $, സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന തട്ടിപ്പുകാരിൽ നിന്ന് താമസക്കാർക്ക് സന്ദേശങ്ങൾ ലഭിക്കും. ജാഗ്രത പാലിക്കണം. അജ്ഞാത വാട്സാപ്പ് നമ്പറുകൾ, SMS അല്ലെങ്കിൽ ഇമെയിലുകൾ വഴി അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ആഗോള കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് മാനേജർമാരായി നടിക്കുന്ന തട്ടിപ്പുകാരെ സൂക്ഷിക്കുക. ചില സ്കാമർമാർ താമസക്കാർക്ക് റിവാർഡ് പോയിന്റുകൾ വാഗ്ദാനം ചെയ്യുന്ന സന്ദേശങ്ങൾ അയക്കുന്നു. അത് ക്ലെയിം ചെയ്യാൻ ചില വെബ്സൈറ്റുകളിലേക്ക് ലോഗിൻ ചെയ്യാൻ അവർ താമസക്കാരോട് ആവശ്യപ്പെടുന്നു. ഇത്തരം സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ UAEയിലെ ബാങ്കുകൾ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുന്നു. ഈ പോയിന്റുകൾ റിഡീം ചെയ്യാൻ ലോഗിൻ ചെയ്യുമ്പോൾ വഞ്ചകർക്ക് പണമോ വ്യക്തിഗത വിവരങ്ങളോ ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കാൻ കഴിയും. കമ്പനികളോ വിതരണക്കാരോ ആയി വേഷമിടുകയും താമസക്കാരുടെ സ്വകാര്യ വിവരങ്ങളും ബാങ്ക് വിശദാംശങ്ങളും ചോദിച്ചറിയുന്നു. അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനാൽ എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് മുൻപ് ബാങ്ക് ഉപഭോക്താക്കൾ ഈ അഭ്യർത്ഥന ബന്ധപ്പെട്ട കമ്പനിയുടെ അംഗീകൃത ആളുകളുമായി എപ്പോഴും പരിശോധിച്ചുറപ്പിക്കേണ്ടതാണ്. ഈയിടെയായി പാസ്പോർട്ട് സസ്പെൻഡ് ചെയ്തതായി കബളിപ്പിച്ച് പിഴ ഒഴിവാക്കുന്നതിന് അവരുടെ താമസവിലാസം പങ്കിടാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ എപ്പോഴും ബ്ലോക്ക് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഉപഭോക്താക്കളോട് നിർദ്ദേശിക്കുന്നു. സോഷ്യൽ എഞ്ചിനീയറിംഗ് തട്ടിപ്പുകൾക്ക് വിധേയരാകാതിരിക്കാനും ജാഗ്രത പാലിക്കാനും ബാങ്കുകൾ ഉപഭോക്താക്കളെ ഉപദേശിക്കുന്നു. ആളുകൾ സോഷ്യൽ മീഡിയയിൽ അജ്ഞാതരായ ആളുകൾക്ക് മറുപടി നൽകുകയും ഒറ്റത്തവണ പാസ്വേഡ് പോലുള്ള വ്യക്തിഗത ഡാറ്റ അവരുമായി പങ്കിടുകയും ചെയ്യുമ്പോൾ സ്വയം സാമ്പത്തിക നഷ്ടത്തിലേക്കും മറ്റ് വ്യക്തിഗത ഡാറ്റയിലേക്കും തുറന്നുകാട്ടപ്പെടുന്നു. തട്ടിപ്പുകാർ ബാങ്ക് ഉദ്യോഗസ്ഥരെന്ന് അവകാശപ്പെട്ട് ഉപഭോക്താക്കളെ വിളിച്ച് അവരുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുന്നു. ബാങ്കുകൾ ഒരിക്കലും ഉപഭോക്താക്കളെ വിളിച്ച് അവരുടെ അക്കൗണ്ട്, ഫണ്ട് വിശദാംശങ്ങൾ എന്നിവയെക്കുറിച്ച് ചോദിക്കില്ല. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.